നമ്മളിവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടി പോകുന്ന സഖാവ് പി ജയരാജൻ്റെ പുസ്തകം സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. തീർച്ചയായും വർഗീയതയ്ക്കെതിരായി ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരായി നാം നടത്തേണ്ട പോരാട്ടങ്ങൾക്കാകെ ഊർജം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് നമ്മുടെ കാവുകളെ ക്ഷേത്രവൽക്കരിക്കുന്നത് എന്നും എങ്ങനെയാണ് ക്ഷേത്രാചാരങ്ങളെ സംഘപരിവാറിൻ്റെ താൽപ്പര്യാർത്ഥം വളരെ ആസൂത്രിതമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ മാറ്റിത്തീർക്കുന്നത് എന്നും ശ്രീനാരായണ ദർശനങ്ങളെപ്പോലും എങ്ങനെയാണ് സനാതന ദർശനമാക്കി വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിൻ്റെ കേരളീയ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, ശിവഗിരിയിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകളെ സംബന്ധിച്ചും അതിൻ്റെ മേലെ നടന്നിട്ടുള്ള പ്രതിരോധങ്ങളെ സംബന്ധിച്ചുമെല്ലാം വളരെ വിശദമായി കേരളീയ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വിശദീകരിക്കുന്ന പുസ്തകമാണ് സഖാവ് പി ജയരാജൻ്റെ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, സംഘപരിവാർ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന വർഗീയ അജണ്ട, അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായിട്ടുള്ള നവ ഫാസിസത്തിൻ്റെ ഇടപെടലുകൾ, അത് എങ്ങനെയാണ് ഏതൊക്കെ വഴികളിലൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാമനെ ഉപയോഗിക്കാൻ അറിയാം, കൃഷ്ണനെ ഉപയോഗിക്കാൻ അറിയാം, കുറി എന്ന് പറഞ്ഞാൽ കുറിക്ക് കൊള്ളുന്ന ചിഹ്നമാണെന്ന് RSSന് അറിയാം, രാഗിച്ചരട് കൃത്യമായ ചിഹ്നമാണെന്ന് RSSന് അറിയാം, ക്ഷേത്രങ്ങൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമെന്നറിയാം. അങ്ങനെ ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളീയ അനുഭവം എന്താണ് എന്ന് ഈ പുസ്തകം കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. ഇപ്പോൾ ശിവഗിരി ശ്രീനാരായണ ദർശനത്തെ പോലും എത്ര സട്ടിലായിട്ടാണ്, അല്ലെങ്കിൽ കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ വർത്തമാനകാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും, ശ്രീനാരായണ ദർശനം എന്ന് പറഞ്ഞാൽ സനാതന ദർശനമാണ് എന്ന് ഒരു BJPയുടെ നേതാവ് പരസ്യമായി പറഞ്ഞപ്പോൾ അതേ വേദിയിൽ വെച്ച് അത് ശ്രീനാരായണ ദർശനം സനാതന ദർശനമല്ല എന്നും സനാതന ദർശനം ഉയർത്തിപ്പിടിച്ച ചാതുർവർണ്ണത്തിൻ്റെ വഴികളെ അതിശക്തമായി വെല്ലുവിളിക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത് എന്നും അതേ വേദിയിൽ അതേ നിമിഷം അതിനെ ചോദ്യം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നേതാവാണ് സഖാവ് പിണറായി വിജയൻ എന്ന അഭിമാനത്തോടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം അതിനെ ചോദ്യം ചെയ്ത് ആ ഘട്ടത്തിൽ തന്നെ രംഗത്ത് വരികയുണ്ടായി. വലിയ വിവാദമായിരുന്നു ആ സമയത്ത് കേരളത്തിൽ അത് ഉയർത്തിയത്. അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സനാതന ദർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട സാംസ്കാരികമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ, സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാടുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ നടത്തിയത്. കേരളത്തിൽ ആദ്യമായി സധൈര്യം സംഘപരിവാർ ഈ വിധത്തിൽ ഇടപെടുമ്പോൾ ശ്രീനാരായണ ദർശനമല്ല സനാതന ദർശനമെന്ന് പറയാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. വളരെ കൃത്യമായി RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താത്വികാചാര്യനാണല്ലോ ഗോൾവാൾക്കർ. ഗോൾവാൾക്കർ എഴുതിയ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു. ആ പുസ്തകത്തിൽ പറയുകയാണ്, ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ നിയമസംഹിതയാണ് മനുസ്മൃതി. ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ ലോ ഗിവർ, നിയമദാതാവാണ് മനുസ്മൃതി എഴുതിയ മനു മഹർഷി.
മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്ന ദർശനം, ചാതുർവർണ്ണത്തിൻ്റെ ദർശനം, മനുഷ്യനെ ചാതുർവർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തരംതിരിച്ച ദർശനം. തരംതിരിവ് എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയും 4 വർണ്ണങ്ങളതേ പറയൂ. ആ 4 വർണ്ണം എന്ന് പറയുന്നത്, ശൂദ്രൻ ഉൾപ്പെടെയുള്ള 4 വർണ്ണങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സവർണ വിഭാഗം എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. പക്ഷെ ചാതുർവർണ്ണം മനുഷ്യരായി പോലും കണക്കാക്കാത്ത ആളുകളുണ്ട്. അവരെ മനുസ്മൃതി പഞ്ചമന്മാരെന്നാണ് വിളിച്ചത്. ആ പഞ്ചമന്മാരാണ് നമ്മുടെ രാജ്യത്തെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരുമായ ജനത, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എവിടെയും കടന്നു വരാൻ വേണ്ടി അർഹതയില്ലാതിരുന്ന ജനത എന്ന് നാം തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പോരാട്ടത്തിൻ്റെ അന്തസ്സത്ത എന്ന് നാം തിരിച്ചറിയണം. ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് വി.ഡി. സവർക്കർ എഴുതിയത്, അദ്ദേഹത്തിൻ്റെ വിമൻ ഇൻ മനുസ്മൃതി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, മനുസ്മൃതിയാണ് ഒരിക്കലും മാറ്റമില്ലാത്ത ഒന്ന്. രാജ്യത്താകെയുള്ള കോടാനുകോടിയായ ഹൈന്ദവ വിശ്വാസികൾ ഇന്നും അവരുടെ ജീവിതത്തിൽ പിന്തുടരുന്ന ദർശനം മനുസ്മൃതിയുടെ ദർശനമാണ്. ആ മനുസ്മൃതി ഒരിക്കലും മാറ്റമില്ലാത്തതാണ്, എന്നും നിലനിൽക്കുന്നതാണ് എന്ന് എഴുതി വെച്ച സവർക്കർ. മനുസ്മൃതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമസംഹിത എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾവാൾക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പം അവരുടെ ദർശനമാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ഹിന്ദുത്വ എന്ന പേരിൽ നമ്മുടെ രാജ്യത്താകെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ദർശനമാണത്. തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടണം എന്നുള്ളതുകൊണ്ട് നായാടി മുതൽ നമ്പൂരി വരെ യോജിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അടിസ്ഥാനപരമായി ഹിന്ദുത്വയുടെ ദർശനമെന്ന് പറയുന്നത് സവർണ, സമ്പന്ന ആധിപത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഹിന്ദുത്വം ഉയർത്തുന്ന വെല്ലുവിളികളെ ദാർശനിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും പ്രായോഗികമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുമെല്ലാം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സഹായകരമാകുന്ന ഗ്രന്ഥമാണ് സഖാവ് പി ജയരാജൻ എഴുതിയിട്ടുള്ള സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായി ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സനാതന ദർശനം എന്ന് പറഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനമല്ല, അത് ചാതുർവർണ്ണത്തിൻ്റെ ദർശനമാണ് എന്ന് പറയാൻ വേണ്ടി ധൈര്യം കാണിച്ച അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇന്ന് നാടിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സഖാവ് പിണറായിയാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഓർത്തുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ സഖാവ് പിണറായിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ ശുഭാംഗാനന്ദ സ്വാമികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.